ഈ പത്രസമ്മേളനത്തിൽ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ പങ്കെടുക്കുന്നു. അതോടൊപ്പം തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ വി രാജൻ, പാർട്ടിയുടെ തിരുവനന്തപുരം സിറ്റി ജില്ലാ പ്രസിഡന്റ് ശ്രീ കരമന ജയൻ എന്നിവർ പങ്കെടുക്കുന്നു. എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് BJP ഉയർത്തിയ ശബരിമല സ്വർണ്ണക്കൊള്ളയെ കുറിച്ച് നിങ്ങളെല്ലാവർക്കും അറിയാം. ഞങ്ങളുടെ ഒരു പൊസിഷനും ഞങ്ങളുടെ നിലപാട് ഇതിനെ കുറിച്ച്. ഇത് ശക്തമായിട്ട് ജനങ്ങളുടെ ആവശ്യമാണ്. അതുകൊണ്ട് ഞങ്ങൾ സമരം ചെയ്യുന്നു. മിനിസ്റ്റർ വാസവൻജിയുടെ രാജി ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ദേവസ്വം ബോർഡ് പിരിച്ചുവിടാൻ സർക്കാർ അതിനുവേണ്ടി കാര്യങ്ങൾ ചെയ്യണം എന്ന് ഞങ്ങൾ കൃത്യമായി മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ഒരു 3-4 ദിവസമായിട്ട് ഇതിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ മുഖ്യമന്ത്രിയും CPM സർക്കാർ ശ്രമിക്കുന്നുണ്ടെന്ന് കൃത്യമായി നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നു. ഞാനിവിടെ വന്നപ്പോൾ രാഷ്ട്രീയത്തിൽ മാറ്റം കൊണ്ടുവരണം, കേരള രാഷ്ട്രീയത്തിൽ ശുദ്ധീകരണം കൊണ്ടുവരണം എന്നിട്ട് ഇന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയത്. ഇത് പറയുമ്പോഴാണ് ഒരാഴ്ച 10 ദിവസം മുമ്പേ മനസ്സിലാവുന്നത് ദേവസ്വം ബോർഡിന്റെ ശുദ്ധീകരണം ഇവിടെ നടക്കണം. പിന്നെ ഇന്നലെ മനസ്സിലായി മാധ്യമ ശുദ്ധീകരണം ഇവിടെ കുറച്ച് നടക്കണം. അപ്പോൾ ഈ ശ്രദ്ധ തിരിക്കാൻ CPM സർക്കാർ ഒരു കാര്യം പറയുന്നത് അതിദാരിദ്ര്യത്തെ നിർമാർജനം അവര് ചെയ്തു, അത് അവന്റെ ഒരു അക്കംപ്ലിഷ്മെന്റ് ആണെന്ന് അവർ മുമ്പോട്ട് വയ്ക്കുന്നു. ഇതിന്റെ സത്യം എന്താണെന്നും ആര് എന്ത് ചെയ്തു എന്ന് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മൾക്കറിയാം, കഴിഞ്ഞ 10 കൊല്ലം പിണറായി വിജയൻജിയുടെ സർക്കാരാണ് എല്ലാ സെൻട്രൽ പദ്ധതി നരേന്ദ്രമോദിജി ചെയ്ത എല്ലാ പദ്ധതികളുടെ പേര് മാറ്റി സ്റ്റിക്കർ ഒട്ടിച്ച് അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ ശ്രമിക്കുന്നൊരു സംസ്ഥാനമാണ്, അല്ല ഒരു ഗവൺമെന്റ് ആണ് CPM ഗവൺമെന്റ്. അതിന്റെ വേറൊരു ഉദാഹരണമാണ് ഈ അതിദാരിദ്ര്യം നിർമാർജനം എന്ന ഒരു ക്രെഡിറ്റ് എടുക്കുന്ന ഒരു വേറെ ഉദാഹരണം. ഏപ്രിൽ 2025 വേൾഡ് ബാങ്ക്, ഇത് വേൾഡ് ബാങ്ക് ആണ് പറഞ്ഞത്, ഞാനല്ല, BJP അല്ല, ഇന്ത്യയിൽ 17 കോടി, കഴിഞ്ഞ 10 കൊല്ലം 17 കോടി ജനങ്ങൾ അതിദാരിദ്ര്യത്തിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട്. അവര് എക്സ്ട്രീം പോവർട്ടിയിലായിരുന്നു. 17 കോടി ഇന്ത്യക്കാർ ഇന്ന് എക്സ്ട്രീം പോവർട്ടിയിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട്. ഇത് വേൾഡ് ബാങ്ക് ആണ് പറഞ്ഞത്. എന്നാൽ കേരളത്തിലെ അതിദാരിദ്ര്യം കുറച്ചു സർക്കാർ എന്ന് സർക്കാർ വാദിക്കുമ്പോൾ ഇതിന്റെ പിന്നില് എന്താണ് ട്രൂത്ത്, എന്താണ് യാഥാർത്ഥ്യം, അത് നമ്മൾ ഒന്ന് മനസ്സിലാക്കണം. രണ്ടാം സ്ലൈഡ് അല്ല, മൂന്നാം സ്ലൈഡ്, നെക്സ്റ്റ് സ്ലൈഡ്. ഈ ഇന്ത്യയിൽ കഴിഞ്ഞ 10 കൊല്ലം ഉത്തർപ്രദേശിൽ 6 കോടി ജനങ്ങൾ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ചു. ആളുകളുടെ എണ്ണമാണ് ഞാൻ പറയുന്നത്. ഉത്തർപ്രദേശിൽ 6 കോടി, ബീഹാറിൽ
3.7 കോടി, മധ്യപ്രദേശിൽ 2.5 കോടി, രാജസ്ഥാനിൽ 1.87 കോടി, മഹാരാഷ്ട്രയിൽ 1.59 കോടി. കേരളത്തിൽ 10 വർഷം കൊണ്ട് അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിച്ചത് 2.72 ലക്ഷം മാത്രമാണ്. ഇതാണ് സത്യം. ഈ നമ്പർ ഒന്ന് മനസ്സിലാക്കണം. എന്നിട്ട് ഇതും ചെയ്തത് ആരാണെന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. നെക്സ്റ്റ് സ്ലൈഡ്. ഈ അതിദാരിദ്ര്യത്തിൽ ജനങ്ങൾ മാറി പുറത്തു വരുമ്പോൾ അതിന്റെ പിന്നിൽ ഏത് പോളിസിയും ഏത് പദ്ധതികളാണ് ആരാണ് ചെയ്തത് എന്ന് കൃത്യമായി ഇവിടെ പറയും. പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജനയിൽ 6 ലക്ഷം കുടുംബങ്ങൾ, ഇത് കേരളത്തിന്റെ സ്റ്റാറ്റിസ്റ്റിക് ആണ്, 6 ലക്ഷം കുടുംബങ്ങൾക്ക് പ്രതിമാസം 35 കിലോ ഭക്ഷണധാന്യങ്ങൾ വിതരണം ചെയ്യുന്നു. പ്രൈം മിനിസ്റ്റർ ഗരീബ് കല്യാൺ അന്ന യോജന. രണ്ടാമത്തേത് 58 ലക്ഷം പേർക്ക് തൊഴിലുറപ്പ് പദ്ധതി വഴി തൊഴിൽ നൽകുന്നു. ഇതും സെൻട്രൽ ഗവൺമെന്റ് സ്കീം. മൂന്നാമത്തേത് പ്രധാനമന്ത്രി ആവാസ് യോജന വഴി 1.74 lakhs 1,74,000 കുടുംബങ്ങൾക്ക് വീട് നൽകി. ആയുഷ്മാൻ ഭാരത് വഴി കുടുംബത്തിന് 5 ലക്ഷം രൂപ വരെ ഹെൽത്ത് കെയർ ലഭിച്ചു. ജൽജീവൻ മിഷൻ വഴി 22 ലക്ഷം വീടുകൾക്ക് കുടിവെള്ളം എത്തിച്ചു. അപ്പോൾ സംസ്ഥാന സർക്കാർ ഇതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ നോക്കരുത്. ഇത് 99% ഇതിന്റെ എഫേർട്ടും ഇതിന്റെ പോളിസീസ് എല്ലാം നരേന്ദ്രമോദിജിന്റെ BJP സർക്കാരാണ് ഇതിന്റെ പിന്നിൽ നിന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു, കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പോ ഈ ശബരിമല കൊള്ളയെന്ന് ശ്രദ്ധ തിരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇതിന്റെ സത്യം ജനങ്ങൾക്ക് മനസ്സിലാവണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം. അതുകൊണ്ടാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്കും ഡേറ്റ ഞാൻ മുമ്പോട്ട് വയ്ക്കുന്നത്. രണ്ടാമത്തെ ഒരു വിവാദം എന്ന് അങ്ങനെ പറഞ്ഞാൽ PM ശ്രീ. ഇതും ശ്രദ്ധ തിരിക്കാൻ സംസ്ഥാന സർക്കാർ മുമ്പോട്ട് വയ്ക്കുന്ന ഒരു തന്ത്രം. PM ശ്രീ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 ഇനീഷ്യേറ്റ് ചെയ്തൊരു പോളിസിയാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പോളിസി. ആരെയാണെങ്കിലും അത് വായിച്ച് മനസ്സിലാക്കിയാൽ അതില് കുട്ടികൾക്കും യുവാക്കൾക്കും ഗുണം ചെയ്യുന്ന ഒരു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയാണെന്ന് കൃത്യമായി മനസ്സിലാക്കും. കരിക്കുലം ഫ്ലെക്സിബിലിറ്റി, ക്രെഡിറ്റ് ഫ്രെയിംവർക്ക് ഫ്ലെക്സിബിലിറ്റി, സ്പോർട്സും സ്കില്ലിംഗ്, വൊക്കേഷണൽ ട്രെയിനിങ് ഉൾപ്പെടുത്തിയ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം, ക്രിട്ടിക്കൽ തിങ്കിങ് ഉൾപ്പെടുത്തിയ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം. അതിന്റെ ഒപ്പം PM ശ്രീ സ്കൂൾ എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ, എക്സലൻസ് ഇൻ എഡ്യൂക്കേഷൻ, കുട്ടികൾക്ക് ഒരു നല്ല ഭാവി സൃഷ്ടിക്കാൻ ഒരു പോളിസി ഫ്രെയിംവർക്ക് ആയിരുന്നു. പക്ഷേ അതിനെയും ചവിട്ടി വെച്ചു. 5 കൊല്ലം ചവിട്ടി വെച്ചു. എന്തെല്ലാം പറഞ്ഞ് കാവി സാഫ്രണൈസേഷൻ ആണ്, കാവി കരിക്കുലമാണ്, നുണ പറഞ്ഞ് ഈ അതിദാരിദ്ര്യത്തെ കുറിച്ച് നുണ പറയുന്നു. PM ശ്രീ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 5 കൊല്ലം നുണ പറഞ്ഞു. എന്നിട്ട് ഇന്ന് കൃത്യമായി മനസ്സിലാക്കുമ്പോൾ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അഴിമതി, വിദ്യാഭ്യാസം, ആരോഗ്യ മേഖലയിൽ തകർന്നു കിടക്കുന്ന ആരോഗ്യ മേഖലയിൽ ഇതെല്ലാം കൃത്യമായി പൊളിറ്റിക്കൽ ഡിസ്കോഴ്സിൽ ഭാഗമാവും പോകുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ പെട്ടെന്ന് പോയി PM ശ്രീ MOU സൈൻ ചെയ്തു. എന്നിട്ട് ഈ CPI-CPM ഒരു നാടകം, ഞാനൊരു ഗുഡ് കോപ്പാണ് മറ്റൊരു ബാഡ് കോപ്പാണ്, അത് ചെയ്യുന്ന ഒരു നാടകമാണ്, ജനങ്ങളെ ശ്രദ്ധ തിരിക്കാനാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കരിക്കുലമിനെ പറ്റി സ്റ്റേറ്റ് ഗവൺമെന്റ്സിന് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് വഴി കരിക്കുലം ഫ്രെയിം ചെയ്യാൻ എല്ലാ അവകാശങ്ങളും നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിലുണ്ട്. അപ്പോ ഇതൊരു സാഫ്രൻ കരിക്കുലം ആവും
ഇതാവും മറ്റേതാവും എന്ന് പറയുന്നതെല്ലാം ഒരു കൃത്യമായ പച്ചക്കള്ളമാണ്, നുണയാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇത് രണ്ടാമത്തെ പോയിന്റ്. അവസാനം എനിക്ക് പറയാനുള്ളത് ഒന്നാണ്, നമ്മള് ശബരിമല സ്വർണ്ണക്കൊള്ളകൾ അതിനെക്കുറിച്ച് കേട്ടു, എക്സാലോജിക്കിനെ പറ്റി കേട്ടു, മെസ്സി സ്കാമിനെ പറ്റി കേട്ടു. ഇവിടെ ഞാൻ പറഞ്ഞ പോലെ രാഷ്ട്രം ശുദ്ധീകരിക്കാൻ ആണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അത് പൂർത്തീകരിച്ചിട്ട് മാത്രമേ ഞാൻ ഇവിടുന്ന് പോകുള്ളൂ എന്ന് ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞു. അതിന്റെ ഒപ്പം ദേവസ്വം ബോർഡ് ദല്ലാൽമാരെ ശുദ്ധീകരിക്കണമെങ്കിൽ അത് ഞാൻ ചെയ്യാൻ തയ്യാറാണ്, BJP ചെയ്യാൻ തയ്യാറാണ്. അതിനൊപ്പം മാധ്യമ ദല്ലാൽമാരെ അങ്ങനെ ഉണ്ടെങ്കിൽ, സ്കാമിന് പെട്ട മാധ്യമ ദല്ലാൽമാരുണ്ടെങ്കിൽ ആ ശുദ്ധീകരണവും ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. നമസ്കാരം. ഈ PMC പദ്ധതി, ഈ പാഠ്യപദ്ധതി കാവ്യവൽക്കരിക്കുക എന്ന പ്രചാരണം അത് പച്ചക്കള്ളോടെ താങ്കൾ പറയും. അപ്പൊ ഇന്ന് കഴിഞ്ഞ ദിവസം K. സുരേന്ദ്രൻ പറഞ്ഞത് ഹെഡ് ഗവർണറെ കുറിച്ച് പഠിപ്പിക്കും, അല്ലെങ്കിൽ സവർക്കറെ കുറിച്ച്, അത് അങ്ങനെ അല്ല, ഞാനത് ടിവിയിൽ കണ്ടു. അതങ്ങനെ ചോദിക്കുമ്പോൾ അങ്ങനെ അവര് സ്റ്റേറ്റ് ഗവൺമെന്റ് അത് പഠിപ്പിക്കണമെങ്കിൽ പഠിപ്പിച്ചോട്ടെ, അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ സ്റ്റേറ്റ് ഗവൺമെന്റിന് 100% ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, അവകാശമുണ്ട്. ആ സ്റ്റേറ്റിൽ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് പ്രകാരം കരിക്കുലം ഫിക്സ് ചെയ്യാൻ. അതാണ് സത്യം, അതാണ് ഫാക്ട്. ഈ ഒരു കാരണം കൊണ്ടാണ് LDF തന്നെ CPI അടക്കം ഈ പദ്ധതിയെ ശക്തമായി എതിർക്കുന്നത്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുകയും ചെയ്യാണ്. അപ്പം ദേശീയ വിദ്യാഭ്യാസ പദ്ധതി വഴി ചരിത്ര വസ്തുതകൾ വളച്ചൊടിക്കുമെന്നുള്ള ആരോപണം തന്നെയാണ് ഇപ്പോൾ ഉയരുന്നത്. അങ്ങനെ തന്നെയല്ലേ സത്യത്തിൽ ഇതുവഴി ഉദ്ദേശിക്കുന്നത്? തീരുമാനിച്ചോളൂ. നിങ്ങളുടെ ക്വസ്റ്റ്യൻസിന് ഞാൻ റെസ്പോണ്ട് ചെയ്യാൻ പോകുന്നില്ല. താങ്കൾക്കെതിരെ ഉയർന്ന വലിയൊരു ഭൂമി കുംഭകോണ ആരോപണമുണ്ട്. അത് നോക്കൂ, ഈ മെസ്സി സ്കാമിലെല്ലാം പെടുമ്പോ ശ്രദ്ധ തിരിക്കാൻ അങ്ങനെയെല്ലാം ഒരു ആവശ്യം ഉണ്ടാവും നിങ്ങൾക്ക്. അത് അപ്പോൾ തെറ്റാണോ? ചാനലാണ് ഈ വാർത്ത വലിയ വിവാദമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ അടുത്ത അന്വേഷണം ഏകദേശം ഞാൻ കാണപ്പെട്ടെ, ഇത് ഞാൻ കുറെ കൊല്ലായിട്ട് ഞാൻ അനുഭവിക്കുന്ന ഒരു ഇഷ്യൂ ആണ്. എന്തെങ്കിലും ഒരു ഇഷ്യൂ നമ്മൾ ശരിക്കും ഒരു പ്രിൻസിപ്പിളിലായിട്ട് ഒരു ഫൈറ്റ് ചെയ്താൽ ഇങ്ങനത്തെ ഓരോരോ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് വരും. ഞാൻ എന്താണ് പറയുന്നത്, ഈ മതേതരത്വത്തിനെ കുറിച്ച് പറയാൻ ഇവിടെ ജമാഅത്തെ ഇസ്ലാമി SDPI ഇറങ്ങണ്ട, അവർക്ക് പിന്തുണ കൊടുക്കുന്ന കോൺഗ്രസും CPM ഞങ്ങളെ പഠിപ്പിക്കണ്ട പറയുമ്പോൾ ഇങ്ങനെ വരും, ഓരോരോ ആൾക്കാർ ഇങ്ങനെ വരും അതിനെ വിമർശിക്കാൻ. അത് നോ ഇഷ്യൂ. അങ്ങനെ സ്വാർത്ഥ താല്പര്യം വെച്ചാണോ താങ്കൾ വീട്ടിൽ ഭൂമി മേടിച്ചത്? രണ്ടാമത്തത് നോക്കൂ, നുണ പറഞ്ഞ് രാഷ്ട്രീയം ചെയ്യാനും ഇവിടെ രാഷ്ട്രീയക്കാരുമുണ്ട്. ഇന്നലെ മുതൽ എനിക്ക് മനസ്സിലായത് ചില ക്രിമിനൽ എലിമെന്റ്സും മാധ്യമ മേഖലയിൽ കയറിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യും, അത്രേ ഉള്ളൂ. താങ്കൾ കർണാടകയിൽ സർക്കാർ നിന്ന് വാങ്ങിയ ഭൂമി വ്യവസായം തുടങ്ങിയില്ലെങ്കിൽ സ്വാഭാവികം ഈ മലമ്പുഴ കേസിലെ അന്വേഷണം അട്ടിമറിക്കുന്നത് ഉപകാരസ്മരണയാണ് ഈ പറയുന്ന കേസ്. ഞാൻ പറഞ്ഞില്ലേ, ഈ സ്കാമിൽ പെടുന്ന എല്ലാവരും അത് മാധ്യമമാണോ രാഷ്ട്രീയക്കാരാണോ രാഷ്ട്രീയക്കാരുടെ മൗത്ത് പീസാണോ, അവർക്ക് എല്ലാവർക്കും ഒരു ആദ്യത്തെ റെസ്പോൺസ് പറഞ്ഞാൽ ശ്രദ്ധ തിരിക്കാൻ അങ്ങോട്ട് എന്തെങ്കിലും പറയും. ഇതൊരു പുതിയ തന്ത്രമൊന്നുമല്ല, ഇത് എത്രയോ കാലമായിട്ട് നടക്കുന്നതാണ്. ഇവർക്ക് ഒരു പുതിയ തന്ത്രമായിട്ട് അവര് കാണുന്നു, അത്രേ ഉള്ളൂ. ഈ അങ്ങേക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ പാർട്ടി പോലും പ്രതിസന്ധിയിലെ പ്രസിഡന്റ് തുറന്നു പറയണ്ടേ? തെറ്റ് ചെയ്തവർ വിടില്ല. ഇത് ന്യൂ ഇന്ത്യയാണ്. ഏത് മാധ്യമമാണോ, ഒരു CPMന്റെ വലിയ ലീഡറാണോ, തെറ്റ് ചെയ്താൽ മകനാണോ മരുമകനാണോ മാധ്യമത്തിന്റെ ഓണറാണോ, ഞങ്ങൾ വിടില്ല. അത് ഒരു കൃത്യമായ ഫാക്ടാണ്, ഒരു ട്രൂത്താണ്. അത് എന്നെ കുറിച്ച് എന്ത് പറഞ്ഞാലോ, എന്നെ കുറിച്ച് നുണ പറഞ്ഞാൽ അത് മാറുന്നു വിചാരിക്കണ്ട, അത് നടക്കില്ല. താങ്കൾ വാങ്ങിയ ഭൂമിയിൽ ഇത്രയും ഒരു ആരോപണം ഉയരുമ്പോൾ അത് മറുപടി പറയണേ, വിശദീകരിച്ചില്ലെങ്കിൽ താങ്കളുടെ പാർട്ടി കൂടി പ്രതിസന്ധിയിലാകില്ലേ? പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പൊക്കെ വരികയില്ലേ? നിങ്ങൾ പറയണ്ട. വലിയ പ്രതിസന്ധിയില്ലേ? താങ്കൾ എന്തുകൊണ്ടാണ് പറയാം?
മറുപടി ഉണ്ടോ? പ്രസിഡന്റ് അല്ല, റിപ്പോർട്ടറിന് മറുപടി പറയില്ല എന്നാ എന്ന് പിന്നെ ഞങ്ങൾ എന്തിനാ വിളിച്ചത്? എന്തിനാ വിളിച്ചത്? മാധ്യമപ്രവർത്തനം നിങ്ങൾ പഠിപ്പിക്കേണ്ട സുരേഷ്. മാധ്യമപ്രവർത്തനം തന്നെയല്ലേ അഴിമതിയുടെ രേഖകളടക്കം പുറത്തുവരുമ്പോൾ എന്തിനാണ് ഭയപ്പെടുന്നത്? താങ്കളോടല്ല, അധ്യക്ഷനോടാണ്. അധ്യക്ഷന്റെ വാർത്താ സമ്മേളനമാണ്. അധ്യക്ഷന്റെ വാർത്താ സമ്മേളനം താങ്കളോട് സംസാരിക്കില്ല. പ്രസിഡന്റ് BJP പോലും പ്രതിസന്ധിയിലാവുന്ന തരത്തിലുള്ള ഗുരുതര ആരോപണങ്ങളാണ്. ലോകായുക്തയിൽ ഇപ്പോഴും പരാതി, അതിൽ തീർപ്പ് കൽപ്പിച്ചില്ല. എന്തുകൊണ്ടാണ് താങ്കൾ മറുപടി പറയാത്തത്? ഇല്ലാത്തതുകൊണ്ടാണോ എന്നുള്ളതാണ് ചോദ്യം. സംസ്ഥാന അധ്യക്ഷനാണ്, അധ്യക്ഷനെതിരെ ഉയർന്ന ആരോപണമാണ്. റിപ്പോർട്ടർ ഒഴികെയുള്ള മറ്റു മാധ്യമങ്ങളിൽ അപ്പൊ പിന്നെ ഞങ്ങൾ ഇന്നലെ BPL വിശദീകരണം വന്നത് നമുക്ക് ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെ ഒരു നിലവിൽ ആരോപണം വന്നു, എന്താണ് വസ്തുത? താങ്കൾക്ക് എന്താണ് അതിന്റെ കാര്യം? അവര് പറഞ്ഞല്ലോ ഇതിലൊരു വസ്തുത ഇല്ല. ഇതിലൊരു നമ്മൾക്ക് മനസ്സിലാക്കണ്ടേ? നമ്മള് വെട്ടികളൊന്നാണ് നല്ലത്. അങ്ങനെ ആരില്ലല്ലോ. ഞങ്ങള് ആരോപണം ശബരിമല കൊള്ളയെ കുറിച്ച് പറയുന്നു. വാസവൻ രാജിവെക്കണം, വാസവന്റെ എതിരെ തെളിവുണ്ടെന്ന് പറയുമ്പോൾ പെട്ടെന്ന് അടുത്ത ദിവസം ഒരു മാനുഫാക്ചേർഡ് ലൈ ആരാ മുമ്പോട്ട് വെക്കുന്നത്? ആരുടെ പേരാണ് മുമ്പോട്ട് വെക്കുന്നത്? കേരളത്തിലെ ഒരു മാധ്യമം മാത്രമായിട്ട് ചുരുക്കരുത്. കാരണം ഏറ്റവും ആദ്യം വന്നത് കർണാടകയിലെ മാധ്യമങ്ങളാണ്. തെക്കൻ ഹെറാൾഡ് ഉൾപ്പെടെയുള്ള പത്രങ്ങൾ വളരെ വിശദമായിട്ട് ഈ സ്കാൻഡൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇത് കേരളത്തിലെ ഏതോ ചാനൽ എന്തോ ഒരു ഗൂഢാലോചന നടത്തിയുള്ള രീതിയിൽ തന്നെ താഴ്ത്തി കാണരുത്. കാരണം ഒരു വലിയ ആരോപണം വരുന്നു, അതിൽ എന്താണ് BJP അല്ലെങ്കിൽ സംസ്ഥാന അധ്യക്ഷൻ പറയാനുള്ളതെന്നാണ് മാധ്യമങ്ങൾ ചോദിക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞു കർണാടകയിൽ നിയമസഭയിൽ ഇത് സത്യമെല്ലാം നുണയാണെന്ന് ഞാൻ കൃത്യമായി പറഞ്ഞില്ലേ. എന്നെ ടാർഗറ്റ് ചെയ്യാൻ നോക്കരുത്, അത് നടക്കില്ല. ഇതുവരെ നടന്നിട്ടില്ല. എന്നിട്ടാണോ അല്ല, എന്റെ എതിരെയല്ലോ അവര് കൊടുത്തിട്ടുണ്ട്. ഏതോ കമ്പനി എന്നെ നോക്കൂ. ഈ നുണ പ്രചരിപ്പിക്കുന്ന പ്ലാറ്റ്ഫോമിനെതിരെ ലീഗൽ ആക്ഷൻ ഉണ്ടാവുന്ന അതിൽ ആർക്കും സംശയം ഉണ്ടാവാൻ പാടില്ല. ഉണ്ടാവും, 100% ഉണ്ടാവും. ഈ ആരോപണം കർണാടക നിയമസഭയിൽ ഉൾപ്പെടെ ഉയർന്നതാണ്. രാജീവ്, എന്തുകൊണ്ടാണ് മറുപടി പറയാൻ ഭയക്കുന്നത്? താങ്കൾ എന്താണ് ചോദ്യങ്ങൾക്ക് മുന്നിൽ മറുപടി പറയാതെ മടങ്ങുന്നത്? ഇങ്ങനെ എന്തിനാണ് ഭയപ്പെടുന്നത് താങ്കൾ ചോദ്യങ്ങളെ? 313 കോടി താങ്കൾ കട്ടെടുത്തെന്നാണോ? രാജീവ് ചന്ദ്രശേഖർ, താങ്കൾ ഈ പണം കട്ടെടുത്തോ? താങ്കൾ പണം കട്ടെടുത്തോ? ഏതാണ്ട് 313 കോടിയോളം കട്ടെടുത്തെന്ന് അഭിഭാഷകൻ ആരോപിക്കുന്നു. എന്താണ് മറുപടി? താങ്കൾക്ക് ഭയമാണോ? ചോദ്യങ്ങൾക്ക് മുന്നിൽ ഭയമാണോ താങ്കൾക്ക്? BJP സംസ്ഥാന അധ്യക്ഷനല്ലേ, എന്തിനാണ് ഭയപ്പെടുന്നത്? ഇങ്ങനെയാണ്